1992 സ്പെയിൻ. അർദ്ധരാത്രി കഴിഞ്ഞ സമയം. മഡ്രിഡിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് എമർജൻസി കോൾ ലഭിച്ചു. ദയവായി വേഗം വരൂ, വീട്ടിനുള്ളിൽ എന്തോ ഉണ്ട്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം പോലീസ് ഓഫീസേഴ്സ് ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറി. ആദ്യം അവർ കരുതിയത് ഇത് സാധാരണ ഫാമിലി പാനിക്കാണെന്ന്. പക്ഷേ അന്ന് രാത്രി അവർ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പിന്നീട് സ്പെയിൻ മുഴുവൻ ഞെട്ടിച്ചു. ഡോർസ് സ്വയം തുറക്കുക, വോളിലുണ്ടായിരുന്ന ക്രൂസിഫിക്സ് താഴെ വീഴുക, അപ്പാർട്ട്മെന്റിലെ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയുക, പോലീസിന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത സംഭവങ്ങൾ. ഇത് ഇന്റർനെറ്റ് ഹൊറർ സ്റ്റോറിയല്ല, ഇത് ഒഫീഷ്യലി ഡോക്യുമെന്റഡ് ചെയ്ത ഒരു കേസായിരുന്നു. ഇന്നും സ്പെയിനിലെ ഏറ്റവും ടെറിഫയിങ് പാരാനോർമൽ മിസ്റ്ററിയായി പറയപ്പെടുന്ന ദ വല്ലേക്കാസ് കേസ്. മഡ്രിഡിലെ വല്ലേക്കാസ് എന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന സാധാരണ മിഡിൽ ക്ലാസ് കുടുംബമായിരുന്നു ഗ്യൂട്ടറസ് ഫാമിലി. അവരുടെ 17 വയസ്സുള്ള മകൾ എസ്തെഫാനിയ ഗുത്തിയറസ്. സാധാരണ ടീനേജ് ഗേൾ. ഫ്രണ്ട്സ്, സ്കൂൾ, മ്യൂസിക്, നോർമൽ ലൈഫ്. പക്ഷേ 1990കളുടെ തുടക്കത്തിൽ നടന്ന ഒരു സംഭവം അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഒരു ദിവസം ലഞ്ച് ബ്രേക്ക് സമയത്ത് എസ്തെഫാനിയയും ചില ക്ലാസ്മാറ്റ്സും ചേർന്ന് വൂജ ബോർഡ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. സ്പിരിറ്റ്സിനോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ബോർഡ്. ആദ്യത്തിലത് തമാശ മാത്രമായിരുന്നു. പക്ഷേ സെഷൻ നടക്കുന്നതിനിടെ ഒരു ടീച്ചർ ക്ലാസ് റൂമിലേക്ക് കയറി. സ്റ്റുഡൻസ് പാനിക് ചെയ്തു. ബോർഡ് തകർത്തു. പിന്നീട് ചില അക്കൗണ്ട്സ് പ്രകാരം ആ ബ്രോക്കൻ ബോർഡിൽ നിന്ന് സ്മോക്ക് പോലെയുള്ള എന്തോ ഉയർന്ന് നേരെ എസ്തെഫാനിയുടെ ഭാഗത്തേക്ക് പോയതായി ചിലർ പറഞ്ഞു. അന്നാരും അതിനെ സീരിയസായി എടുത്തില്ല. പക്ഷേ ആ ദിവസത്തിനു ശേഷം എസ്തെഫാനിയുടെ ബിഹേവിയർ മാറാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എസ്തെഫാനിയയ്ക്ക് വയലന്റ് സീഷ്യസ് തുടങ്ങി. അർദ്ധരാത്രിയിൽ പെട്ടെന്ന് സ്ക്രീം ചെയ്യുക, റൂമിന്റെ കോർണേഴ്സിലേക്ക് നോക്കി ആരുമായോ സംസാരിക്കുന്നതുപോലെ പെരുമാറുക, ചില സമയങ്ങളിൽ പൂർണ്ണമായി ഫ്രീസായി പോകുക. ഫാമിലി പലതവണ ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽസിന്റെയും അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ടെസ്റ്റ്സ് ഒന്നും ക്ലിയർ ആൻസർ നൽകിയില്ല. ഫാമിലി പിന്നീട് പറഞ്ഞതനുസരിച്ച് എസ്തെഫാനിയ ആവർത്തിച്ച് ഒരേയൊരു കാര്യം പറയുമായിരുന്നു: അവനിവിടെയുണ്ട്, അവൻ എന്നെ വിട്ടുപോകുന്നില്ല. ആദ്യം ഫാമിലി അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് കരുതി. പക്ഷെ പിന്നീട് വീട്ടിനുള്ളിൽ സ്ട്രേഞ്ച് സംഭവങ്ങൾ ആരംഭിച്ചു. ആദ്യം ചെറിയ കാര്യങ്ങളായിരുന്നു. രാത്രിയിൽ ഫുട് സ്റ്റെപ്സ്, കാലിയായി റൂംസിൽ നിന്ന് വിസ്പറിംഗ് സൗണ്ട്സ്, ഡോർസ് സ്വയം തുറക്കുക, ലൈറ്റ്സ് ഫ്ലിക്കർ ചെയ്യുക. പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ സംഭവങ്ങൾ കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയി. എസ്തെഫാനിയയുടെ അമ്മ പിന്നീട് പറഞ്ഞതനുസരിച്ച് ക്യാബിനറ്റ്സ് സ്വയം അടയുകയും തുറക്കുകയും ചെയ്യും. ഓബ്ജക്ട്സ് ടേബിളുകളിൽ നിന്ന് മൂവ് ചെയ്യും. ഹാൾവേകളിൽ സ്ട്രേഞ്ച് ഷാഡോസ് കാണുമായിരുന്നു. ഫാമിലി ഭയക്കാൻ തുടങ്ങി. പിന്നീട് അവരെ ഏറ്റവും ഭയപ്പെടുത്തിയ സംഭവം നടന്നു. ഒരു ദിവസം എസ്തെഫാനിയയുടെ ഫ്രെയിംഡ് ഫോട്ടോഗ്രാഫ് പെട്ടെന്ന് തീപിടിച്ചു. ഫാമിലിയുടെ പറയുന്നതനുസരിച്ച് ഫോട്ടോയിലെ അവളുടെ ഫേസ് ഭാഗം മാത്രം കത്തി. ചുറ്റുമുണ്ടായിരുന്ന മറ്റ് സാധനങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ആ അപ്പാർട്ട്മെന്റിൽ എന്തോ പാരനോർമൽ പ്രസൻസ് ഉണ്ടെന്ന് ഫാമിലി വിശ്വസിക്കാൻ തുടങ്ങി. പിന്നീട് എസ്തെഫാനിയ മരിച്ചു. അവൾക്ക് വെറും 18 വയസ്സ് മാത്രമായിരുന്നു. ഫാമിലി പിന്നീട് പറഞ്ഞതനുസരിച്ച് ഡോക്ടേഴ്സിക്ക് സംഭവിച്ചതിനെ പൂർണ്ണമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഫാമിലിയുടെ അഭിപ്രായത്തിൽ അവളുടെ മരണം എല്ലാറ്റിന്റെയും അവസാനമല്ലായിരുന്നു, അത് തുടക്കമായിരുന്നു. എസ്തെഫാനിയയുടെ ഫ്യൂണറൽ കഴിഞ്ഞതിനു ശേഷം അപ്പാർട്ട്മെന്റിലെ സംഭവങ്ങൾ കൂടുതൽ ഇന്റൻസ് ആയതായി ഫാമിലി പറഞ്ഞു. കാലിയായ റൂംസിൽ നിന്ന് ഗ്രൗളിംഗ് സൗണ്ട്സ് കേൾക്കുക, രാത്രിയിൽ ഡോർസ് ശക്തമായി സ്ലാം ചെയ്യുക. ഒരു ഫാമിലി മെമ്പർ ശരീരത്തിൽ സ്ക്രാച്ചസ് ഉണ്ടായ നിലയിൽ എഴുന്നേറ്റതായി റിപ്പോർട്ടുകൾ പറഞ്ഞു. മറ്റുള്ളവർ ഡാർക്ക് ഹാൾവേകളിൽ നിന്ന്
എസ്റ്റഫാനിയുടെ വോയിസ് കേട്ടതായി ക്ലെയിം ചെയ്തു. ഫാമിലിക്ക് സാധാരണയായി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. എല്ലാവരും ഭയന്നു. അവസാനം സംഭവങ്ങൾ നിയന്ത്രണത്തിന് പുറത്തുപോയപ്പോൾ അവർ പോലീസിനെ വിളിച്ചു. 1992 നവംബർ 27 ലേറ്റ് നൈറ്റ്. ഇമർജൻസി കോൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഓഫീസേഴ്സ് അപ്പാർട്ട്മെന്റിലെത്തി. അവർ പ്രതീക്ഷിച്ചത് ഭയന്നൊരു കുടുംബത്തെ. പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം അവർക്കും ചില അൺഎക്സ്പ്ലെയിൻഡ് സംഭവങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. റിപ്പോർട്ട് അനുസരിച്ച് ബാൽക്കണി ഭാഗത്തുനിന്ന് ലൗഡ് ബാങ്കിംഗ് നോയ്സസ് കേട്ടു. ഒരു വാർഡ്രോബ് ഡോർ പെട്ടെന്ന് തുറന്നു. വോളിലുണ്ടായിരുന്ന ക്രൂസിഫിക്സ് താഴെ വീണതായി രേഖപ്പെടുത്തി. അപ്പാർട്ട്മെന്റിലെ ഒരു റൂമിൽ സഡൻ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടായതായും ഓഫീസേഴ്സ് പറഞ്ഞു. പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഫേർണിച്ചറിൽ സ്ട്രേഞ്ച് ബ്രൗൺ സ്റ്റെയിൻ പോലെയുള്ള സബ്സ്റ്റൻസ് കണ്ടുവെന്ന ഭാഗമായിരുന്നു. പോലീസ് അപ്പാർട്ട്മെന്റ് മുഴുവൻ സെർച്ച് ചെയ്തു. പക്ഷേ സംഭവങ്ങൾക്ക് വ്യക്തമായ എക്സ്പ്ലനേഷൻ കണ്ടെത്താനായില്ല. പിന്നീട് ആ റിപ്പോർട്ട് സ്പെയിൻ മുഴുവൻ ഫേമസായി. പീപ്പിൾ അതിനെ വിളിച്ചത് ദ വലേക്കാസ് ഫയൽ, സ്പെയിനിലെ ഏറ്റവും ഫേമസ് പാരനോർമൽ പോലീസ് കേസ്. പക്ഷേ ഈ സ്റ്റോറി എല്ലാവരും വിശ്വസിക്കുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം സ്കെപ്റ്റിക്സ് പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്തു. ചിലർ പറയുന്നത് എസ്റ്റഫാനിയ ന്യൂറോലോജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇൽനെസ് അനുഭവിച്ചിരിക്കാമെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഫിയറും ഗ്രീഫും കാരണം ഫാമിലി ഓർഡിനറി സംഭവങ്ങളെ പാരനോർമലായി ഇന്റർപ്രറ്റ് ചെയ്തതാകാമെന്ന്. മറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് മീഡിയ ഈ സ്റ്റോറിയെ വലിയ ഹൊറർ ലെജൻഡായി മാറ്റിയെന്നാണ്. ഇന്നും ആ അപ്പാർട്ട്മെന്റിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് ആരും ഉറപ്പായി പറയാൻ കഴിയുന്നില്ല. മാസ് ഹിസ്റ്റീരിയ ആയിരുന്നോ? സൈക്കോളജിക്കൽ ട്രോമ ആയിരുന്നോ? അല്ലെങ്കിൽ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും? ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. സ്പെയിനിലെ ഏറ്റവും ടെറിഫയിങ് മോഡേൺ ലെജൻഡ്സിലൊന്നായി ഈ കേസ് മാറി. കാരണം മിക്ക ഗോസ്റ്റ് സ്റ്റോറീസിനെയും പോലെ അല്ലാതെ ഇതിനൊപ്പം ഒരു ഒഫീഷ്യൽ പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വല്ലേക്കാസ് അപ്പാർട്ട്മെന്റെക്കുറിച്ച് ആളുകൾ ഇന്നും സംസാരിക്കുന്നു. ചിലർ ഇന്നും ആ വീട്ടിൽ പോകാൻ ഭയക്കുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് എസ്റ്റഫാനിയ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായി പോയില്ലെന്നാണ്. പക്ഷെ ഈ കഥയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ആ രാത്രി അപ്പാർട്ട്മെന്റിലേക്ക് കയറിയ പോലീസ് ഓഫീസേഴ്സിക്ക് പോലും സംഭവങ്ങൾക്ക് ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ കണ്ടെത്താനായില്ല എന്നതാണ്. അപ്പോൾ ചോദ്യം, ആ വീട്ടിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അത് എസ്റ്റഫാനിയോടൊപ്പം അവസാനിച്ചോ? അല്ലെങ്കിൽ ഇന്നും അവിടെത്തന്നെയുണ്ടോ? ഇത്തരത്തിലുള്ള റിയൽ മിസ്റ്ററീസ്, ഡിസ്റ്റർബിംഗ് കേസസ്, ഡാർക്ക് ഡോക്യുമെന്ററീസ് എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ചിലപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്റ്റോറീസ് ഒഫീഷ്യലി ഡോക്യുമെന്റഡ് ആയിരിക്കും.